ഇത് മതി നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ കരിമംഗല്യം പൂർണ്ണമായി മാറ്റാനും മോക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ട് അതൊക്കെ നല്ലപോലെ മാറിക്കിട്ടാനും മുഖം നല്ല തിളക്കത്തോടു കൂടിയും ഗ്ലോയോടു കൂടിയും എപ്പോഴും ഇരിക്കാനും ഇതൊരൊറ്റ സാധനം മതി കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2-3-4 ഐറ്റംസ് വേണം. പക്ഷേ നമ്മുടെ അടുക്കളയിലുള്ള സാധനം തന്നെയാണ് ഇത്. നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറ്റിത്തരും, മുഖക്കുരു വന്ന പാടുകൾ മാറ്റിത്തരും, മുഖം നല്ലപോലെ ഗ്ലോയോടുകൂടിയും തിളക്കത്തോടു കൂടി എന്നും ഇരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. നിങ്ങൾക്കിത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റാത്തവരാണ്, ജോലിക്കൊക്കെ പോവുകയാണ്, അങ്ങനെയുള്ളവർക്ക് ആഴ്ചയിൽ 2 വട്ടം 3 വട്ടമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങളുടെ സൺ ടാൻ ഉണ്ടെങ്കിൽ ടാൻ മുഴുവൻ മാറാനും മുഖത്തിനൊരു തിളക്കം നമുക്ക് പെട്ടെന്നൊരു വെളിച്ചം കിട്ടിയ പോലെയുള്ള മുഖത്തിനൊരു പ്രത്യേകത നമുക്ക് തോന്നും. പിന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെയാണ് നമുക്ക് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറ്റിയെടുക്കാൻ പറ്റണത്, മുഖക്കുരു വന്ന പാടുകൾ മാറ്റിയെടുക്കാൻ പറ്റണതും അതുപോലെ തന്നെ മുഖം നല്ല തിളക്കത്തോടുകൂടിയും ഗ്ലോയോടുകൂടി ഇരിക്കാൻ പറ്റണതും. ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുക. നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരാഴ്ച വരെ ഒരു കേടും വരില്ല. അതിന് ശേഷം നിങ്ങൾ മാറ്റണം, ഒരാഴ്ചയ്ക്ക് ശേഷം ഉപയോഗിക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് പൊടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവർക്കാണെന്ന് വെച്ചാൽ പൊടിച്ചിട്ടാണെച്ചാലും മുമ്പ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അപ്ലൈ മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് മുന്നോട്ടിയിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടതുണ്ട്, എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഉലുവയാണ്. ഉലുവയുടെ പൊടിയോ അല്ലെങ്കിൽ അരച്ചതോ, വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചതോ നിങ്ങൾക്ക് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പൊടിയാണ്. പിന്നെ നമുക്ക് ആവശ്യം ഉഴുന്ന് അരച്ചതോ പൊടിയോ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇതാ എപ്പോഴും ഞാൻ അരയ്ക്കുമ്പോൾ മാറ്റി വെക്കാറുണ്ട്, പറയാറുണ്ട്. ഒരു ബൗൾ മാറ്റി വെച്ചതാണ്, ഇനിയിപ്പോൾ ഇതാ ഉള്ളൂ. അപ്പോൾ ഇതാ ഉഴുന്നിൻ്റെ മാവുണ്ട്. അപ്പോൾ ഉഴുന്നിൻ്റെ മാവും ഉലുവയുടെ പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഇനി ബാക്കി നമുക്ക് വേണ്ടത് 2 രൂപയുടെ കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഏതാണ് വെച്ചാൽ അതെടുക്കുക, കോഫി പൗഡർ. പിന്നെ നമുക്ക് ആവശ്യം ഹണിയാണ്. ഹണി ഉണ്ടെങ്കിൽ ഹണി തീർച്ചയായും എടുക്കുക. ഇനി നമുക്കിത് എങ്ങനെ മിക്സ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ബൗൾ എടുക്കാം. ബൗളിലേക്ക് ആദ്യം ആവശ്യം ഒരു അര സ്പൂണ് ഉലുവയുടെ പൊടിയാണ് ആവശ്യം. പിന്നെ നമുക്ക് ആവശ്യം അതേപോലെ തന്നെ അര സ്പൂൺ തന്നെ നമുക്ക്, ഇത് ടേബിൾ സ്പൂണാണ്, സ്പൂണാണ് വേണ്ടത്. അര സ്പൂണ് കോഫി പൗഡറാണ് വേണ്ടത്. അപ്പോൾ അര സ്പൂണ് കോഫി പൗഡർ ഇതിലിടുക. നമുക്കതൊന്ന് മിക്സ് ചെയ്യുക. ഉലുവയുടെ പൊടിയും നമ്മുടെ കോഫി പൗഡറും കൂടി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യം ഉഴുന്ന് അരച്ച് വെച്ചത് നമുക്കിതുപോലെ അര സ്പൂണ്, അതും അരയാണ്. എല്ലാം സമമായിരിക്കണം. ഇതെല്ലാം ഇട്ടു. ഇനി നമുക്ക് അതേ അളവിൽ തന്നെ നമുക്ക് നമ്മുടെ തേന് കുറച്ച് കട്ട് ചെയ്താണ്. ഇതെന്താ തേൻ ഇങ്ങനെ ഇരിക്കണമെന്ന് ചിന്തിക്കല്ലേ, തേന് ഇതും നമുക്ക് അതേ അളവിലെടുക്കുക. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ മാവിൽ നിങ്ങൾക്ക് മിക്സ് ആവുകയാണെന്ന് വെച്ചാൽ മിക്സ് ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പാലോ തൈരോ ഒഴിക്കുക, അല്ലെങ്കിൽ വെറും വെള്ളം ആയാലും മതി. അപ്പോൾ ഞാൻ ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഞാൻ മിക്സ് ചെയ്യാൻ എടുക്കുന്നത് വെറും പച്ചവെള്ളമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ. നമുക്ക് വീട്ടിൽ പൊടിച്ച് വെക്കാമല്ലോ. നമുക്ക് ഉഴുന്നണിച്ചാലും പൊടിച്ച് വയ്ക്കുക, ഉലുവ അണിച്ചാലും പൊടിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് കോഫി പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഹണി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് യൂസ് ചെയ്യുമെന്ന് ചിന്തിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല നമ്മുടെ തൈരുണ്ടല്ലോ, തൈരിൽ മിക്സ് ചെയ്യുക ഈ പൊടി. അല്ലാതെ പാലിൽ അല്ലെങ്കിൽ റോസ് വാട്ടറിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇതിൽ ഇത്തിരി കട്ടയായി പോയതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്യാൻ എടുത്തത് വെറും നമ്മുടെ പച്ചവെള്ളത്തിലാണ് മിക്സ് ചെയ്തത്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഒന്നും കൂടി ഞാൻ കൈവച്ച് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്യണം. നമുക്ക് ഒരു വട്ടത്തേക്ക് ഇത്രയൊന്നും വേണ്ട. നമ്മൾ അര സ്പൂൺ വെച്ചിട്ടാണ് എല്ലാം എടുത്ത് എന്നിട്ട് തന്നെ കണ്ടു. നമുക്ക് തോനിയുണ്ട്. ഇത് നമുക്ക് ഉഴുന്നും ഉലുവ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നാണ് അതിൻ്റെ തിളക്കം കിട്ടുക. ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉഴുന്ന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എൻ്റെ മുഖത്തെ പിഗ്മെൻറ്റേഷനും പാടുകളും മാറ്റിയിട്ട് മുഖം ഒന്ന് ഈ ഒരു തിളക്കത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് പോകുമ്പോൾ നമുക്കൊരു മടിയില്ലാതെ ഞാനാണെച്ച ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ വെറും എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമും സൺസ്ക്രീനും മാത്രം ഉപയോഗിച്ചിട്ട് പുറത്ത് പോകുന്ന ആളാണ്. അപ്പം നമുക്ക് ഒരു മടിയും കൂടാതെ പാടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെയും പിഗ്മെൻറ്റേഷൻ ഇല്ലാതെയും മുഖം നല്ലൊരു ക്ലിയർ ആയിരിക്കുമ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇത്രയും എന്നെ മാറ്റിയെടുക്കാൻ സഹായിച്ചത് നല്ലൊരു പങ്ക്. കുറേ പാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ കുറേ ഞാൻ ഉഴുന്നിൻ്റെ പല സൈസിൽ വെറൈറ്റി ആയിട്ടുള്ള പാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ മുഖത്തിനെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉഴുന്ന് പൊടിച്ച് വയ്ക്കുകയാണെന്ന് വെച്ചാൽ പൊടിച്ച് വയ്ക്കുക. ഞാൻ അധികം അരച്ചതാണ് ഉപയോഗിക്കുക. പൊടിച്ചത് ഉപയോഗിക്കാറില്ല എന്നല്ല, പൊടിച്ചത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അരച്ചത് ഞാൻ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ഉഴുന്നിൻ്റെ മാറ്റി വയ്ക്കും.
അതുമാതിരി തന്നെ മാവ് ദോശമാവ് ഇഡ്ഡലി മാവ് അരയ്ക്കുമ്പോൾ മിക്സ് ചെയ്തത് ഞാൻ മാറ്റി വയ്ക്കും. നല്ല സഹായിച്ചിട്ടുണ്ട് പറഞ്ഞാൽ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ മുഖം ക്ലിയറാക്കാൻ. ഉലുവി നമ്മുടെ മുഖം നല്ലപോലെ ക്ലിയറാക്കി തരും. പാടുകൾ മാറ്റാനും മുഖം ഒന്ന് ഗ്ലോയോടുകൂടി ഇരിക്കാനും അതും നമ്മളെ സഹായിക്കും കേട്ടോ ഉലുവ. കണ്ണിൻ്റെ ഉള്ളിൽ എന്തോ പോയി. അപ്പോൾ ആദ്യം നമ്മൾ ഇത് വെച്ചൊരു മസാജ് കൊടുക്കുക. ഇത് കഴുത്തത്തൊക്കെ കളറിന് എന്താ കറുപ്പ് കളറാണെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കഴുത്തിൽ ഞാൻ ചെയ്തിട്ട് പാക്കുകൾ ഉപയോഗിച്ചിട്ട് കുറച്ചായി. പെട്ടെന്ന് നമ്മൾ മുഖത്ത് ചെയ്യും, കഴുത്തിൽ ചെയ്യാറുമില്ല. അപ്പോൾ കഴുത്തിൻ്റെ അവസ്ഥ കണ്ടു, ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് കഴുത്ത്. അപ്പോൾ ഞാൻ ഇപ്പോൾ രാത്രിയിലാണ് ഞാനിപ്പോൾ ഈ പാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ രാത്രിയിൽ ഇപ്പോൾ കഴുത്തിൽ ഉപയോഗിക്കുന്നില്ല. രാവിലെ കുളിക്കുന്ന സമയത്ത് നമുക്കിത് തേച്ച് ഒരു മസാജ് ചെയ്തിട്ട് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ മുഖത്ത് മാത്രമേ ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. കാരണം 2-3 ദിവസമായിട്ട് നമ്മൾ ഫേസിലിട്ടിട്ടുള്ള ഒന്നും കാണിച്ചിട്ടുമില്ല. അത് മാത്രമല്ല നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലും ചൂടും. അവിടെ നമ്മൾ തുണി ഉണക്കാനും കാര്യങ്ങൾക്കൊക്കെ മുകളിൽ പോവും, എടുക്കാൻ പോവും. എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ അരി പൊടിക്കാനുള്ളത്, അരി ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഉണക്കാനൊക്കെ മുകളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ടാൻ അടിക്കുക തന്നെയാണ്. നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും നമുക്കൊരു 3-4 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിൻ്റെ എഫക്റ്റൊക്കെ പോകും. ഞാൻ പക്ഷേ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ആ ഒരു ടാന് നമ്മുടെ മുഖത്തുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല പോലെ ഉണ്ട് ഇപ്പോൾ എൻ്റെ മുഖത്ത്. അപ്പോൾ ഈ ആ ടാനൊക്കെ ഇതൊക്കെ പെട്ടെന്ന് മാറി കിട്ടുന്നു ഈ ഒരൊറ്റ പാക്ക് മതി. ഇപ്പോൾ ഞാൻ മുഖത്തൊരു മസാജ് കൊടുത്തു. ഒരു 5 മിനിറ്റിൻ്റെ മസാജ് നമ്മൾ കൊടുക്കുക. അതിന് ശേഷം മുഖത്ത് ഇത്തിരി കട്ടിക്കൊന്ന് നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുക്കുക. ഇതാ അപ്പോൾ ഞാൻ മുഖത്തിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഖത്ത് നല്ലപോലെ ഇട്ട് കൊടുത്തു. നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് കാണാം. ഇപ്പം ഞാനിതിട്ടിട്ട് മുഖത്തിട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. മൂക്കിൻ്റെ ഇവിടെയും കണ്ണിൻ്റെ ചുവട്ടിലൊക്കെ ഉണങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മൾ അത് കൂടുതൽ കണ്ണിൻ്റെ ചുവട്ടിലൊക്കെ ഉണങ്ങിയാൽ നല്ലതല്ല. അതുകൊണ്ട് തന്നെ 20 മിനിറ്റ് ധാരാളമാണ്. ഞാനിപ്പോൾ അതാ 20 മിനിറ്റ് ആയി. 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് തുടയ്ക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവ് റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഉണങ്ങിയ ഭാഗത്തൊക്കെ നമ്മൾ വെള്ളം തൊട്ട് നല്ല പോലെ തുടച്ച് ഇതാക്കി കൊടുക്കണം. ഇവിടെ എല്ലാം നനച്ച് ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്കൊന്ന് വെള്ളം തൊട്ട് നനച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ മുഖം തുടച്ച് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് തുടച്ചെടുക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ മുഖത്തുള്ള ആ പൊടിയും ഇതൊക്കെ ഉണ്ടെച്ചാൽ അതൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. അപ്പം ഞാനിപ്പോൾ തുടച്ചതിന് ശേഷം നമ്മൾ ആ വെള്ളം ഒന്ന് മാറ്റി ഒന്ന് തുടച്ച് കൊടുക്കുകയാണ്. ഇപ്പം മുഖത്തത്തെ ആ ഒരു പൊടി ഉണ്ടായിരുന്നതും കാര്യങ്ങളൊക്കെ പോയി. ആ പെട്ടെന്നാണ് നമ്മുടെ മുഖത്തേക്ക് ആ ഒരു ഗ്ലോ കിട്ടണത്. അത് നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും. ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ നല്ല അടിപൊളിയാണിത്. നമുക്കൊരു 3-4 ഐറ്റംസ് ആണെങ്കിൽ നമ്മുടെ കിച്ചണിലുള്ളത് തന്നെയാണ്. നമ്മുടെ സ്കിൻ എന്നും തിളക്കത്തോടെ ഇരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നല്ലൊരു ഹെൽത്തി സ്കിന്ന്, പാടുകളോ കുത്തുകളോ പുള്ളികളോ പിഗ്മെൻറ്റേഷനോ ഒന്നുമില്ലാതെ നല്ല അടിപൊളി സ്കിൻ തന്നെയല്ല. അതിപ്പോൾ കറുത്തവരാണെച്ചാലും ഇരുനിറക്കാരാണെച്ചാലും വെളുത്തവരാണെച്ചാലും ആഗ്രഹിക്കുന്നത് ഒരു കാര്യമാണ്. നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ മാറി മുഖം എന്നും തിളക്കത്തോടു കൂടി ഇരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.